ഈ നമ്മളെ മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ സാധ്യമായ കാര്യങ്ങൾ എന്നതിനകത്ത് ആവശ്യം വേണ്ടത് പുതിയൊരു ഡാം ഉണ്ടാകുക, അവിടെ ജനങ്ങളെ സുരക്ഷിതരായി കാണാൻ കഴിയുന്ന അവസ്ഥയ്ക്ക് രൂപം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി ഉൾപ്പെടെ കേസ് നിൽക്കുന്ന വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് കോർട്ട് ഡിസ്കഷൻസിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുന്ന സാധ്യമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പോൾ സമീപകാലത്ത് കോടതി ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി നമ്മുടെ സാധ്യതകൾ ശരിയാണെന്ന് തെളിയിത്തക്ക അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തേക്കടിയിലെ കാർ പാർക്ക് ഏരിയയുമായി ബന്ധപ്പെട്ട് വന്ന കേസിൽ 2014 നമ്മൾ ആ കാർ പാർക്ക് ഏരിയയ്ക്ക് വേണ്ടി ചെയ്യുന്ന നിർമ്മാണം തമിഴ്നാടിന്റെ ലീസ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണെന്ന വാദം അവർ ഉന്നയിച്ചെങ്കിൽ പോലും നമ്മൾ അതിനെതിരെ നടത്തിയ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് കരാർ ഭൂമിക്ക് വെളിയിലാണെന്ന് കണ്ടു. ആ സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയെങ്കിൽ കരാർ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ. 1886 കരാറാണല്ലോ. 131 ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് യൂണിയൻ. അപ്പോൾ അതുകൊണ്ട് ഇത് 86 ബാധകമല്ല. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളവും തമിഴ്നാടും അക്കട്ടത്തിലില്ല. അതുകൊണ്ട് ഈ വാദങ്ങളെ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് കോടതി നടത്തിയ ഒബ്സർവേഷൻ, അങ്ങനെയെങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരുമോ എന്ന നിലയിൽ ചോദ്യം ഉന്നയിച്ച സെപ്റ്റംബർ 30 കേസ് വാദത്തിന് നിൽക്കുന്ന ഒരു സ്ഥിതി ഒരു വശത്ത്. എന്നാൽ അതോടൊപ്പം തന്നെ ഔട്ട് ഓഫ് കോർട്ടിൽ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഇടപെടാം. രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള പ്രശ്നമാണ്. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമെന്ന നിലയിൽ ഒരു ഡാം പണിയാൻ കേരളം സജ്ജമാണ്. അതിന് DPR തയ്യാറാക്കി, അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി. ഇനി സെൻട്രൽ എൻവയറമെന്റൽ ക്ലിയറൻസ് ആണ് കിട്ടേണ്ടത്. ആ എൻവയറമെന്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അത് വളരെ പെട്ടെന്ന് സാധ്യമായി ലഭിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ആ നിർമ്മാണ വേലകളോ പുതിയ സാഹചര്യങ്ങളോ രൂപപ്പെട്ടു വരുന്നതുവരെ ഈ ഡാമിന്റെ പ്രഷർ കുറച്ചു നിർത്തി തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ഈ നിലയിലുള്ള ഒരു ചിന്തകൾ ഞങ്ങൾ പുതിയതായി മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് അസംബ്ലിയിൽ വന്ന് പങ്കെടുക്കാനും ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായി സംസാരിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമാണ്. അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. ആ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് നവകേരള യാത്ര വന്ന സമയങ്ങളിൽ അഭിനന്ദ പിതാക്കന്മാർ കണ്ടപ്പോഴും അതിൽ വളരെ ഗൗരവപൂർവമായ സമീപനം കാണുമെന്നും അത്തരം കാര്യങ്ങളിലേക്കുള്ള നടപടിയിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസം എനിക്കുണ്ട്.